കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള കഴിഞ്ഞ 10 വർഷത്തെ ഭരണം രേഖപ്പെടുത്തുക അധികാരത്തിന്റെ അമിത പ്രയോഗത്തിന്റെയും ജനകീയ പ്രതിഷേധങ്ങളെ പോലീസിനെ ഉപയോഗിച്ച് അടിച്ചമർത്തിയതിന്റെയും പേരിലായിരിക്കും. ഒരു ജനാധിപത്യ സർക്കാരിന് ചേരാത്ത വിധം ഏകാധിപത്യ പ്രവണതകൾ വെച്ചു പുലർത്തിയ പിണറായി ഭരണം കേരളത്തിലെ സാധാരണക്കാരെയും യുവാക്കളെയും ഒരേപോലെ ശ്വാസം മുട്ടിച്ച കാലമായിരുന്നു അത്. മുഖ്യമന്ത്രിക്ക് സഞ്ചരിക്കാൻ കിലോമീറ്ററുകളോളം റോഡുകൾ അടച്ചിടുകയും കറുത്ത മാസ്ക് ധരിച്ചെത്തിയവരെ പോലും തടയുകയും ചെയ്ത ഒരു പോലീസ് രാജിനെയാണ് നാം അന്ന് കണ്ടത്. ഭരണഘടന ഓരോ പൗരനും നൽകുന്ന പ്രതിഷേധിക്കാനുള്ള അവകാശത്തെ പോലും രാജ്യദ്രോഹമായി കണ്ട ഒരു കാലമായിരുന്നു അത്. മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സ് എന്ന വിപുലമായ പ്രചാരണ പരിപാടിക്കിടയിൽ നടന്ന സംഭവങ്ങൾ ഇതിന്റെ പാരമ്യമായിരുന്നു. ജനങ്ങളുടെ പരാതി കേൾക്കാനെന്ന പേരിൽ നടത്തിയ യാത്രയിൽ ജനപ്രതിനിധികളെയും യുവാക്കളെയും തെരുവിൽ തല്ലിച്ചതയ്ക്കാൻ മുഖ്യമന്ത്രി തന്നെ തന്റെ സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് പച്ചക്കൊടി കാട്ടി. സമാധാനപരമായി കരിങ്കൊടി കാണിച്ച യുവാക്കളെ മർദ്ദിക്കുന്നത് രക്ഷാപ്രവർത്തനം എന്ന പേരിൽ ഒരു മുഖ്യമന്ത്രി വിശേഷിപ്പിച്ചത് ലോക ജനാധിപത്യ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ക്രൂരതയായിരുന്നു. എന്നാൽ ജനങ്ങൾ നൽകിയ കനത്ത തിരിച്ചടിയോടെ ഭരണമാറ്റമുണ്ടായപ്പോൾ പിണറായി ഭരണകാലത്തെ ഓരോ അന്യായങ്ങൾക്കും ഇപ്പോൾ നടപടി തുടങ്ങിയിരിക്കുകയാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ആലപ്പുഴയിലെ ഗൺമാൻ മർദ്ദന കേസിലെ പുനരന്വേഷണം. കഴിഞ്ഞ നവകേരള യാത്രക്കിടെ ആലപ്പുഴയിൽ വെച്ചുണ്ടായ സംഭവം കേരള മനസാക്ഷിയെ അത്രമേൽ വേദനിപ്പിച്ച ഒന്നായിരുന്നു. യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകരായ AD തോമസും ജുവൽ തോമസും മുഖ്യമന്ത്രിയുടെ വണ്ടിക്ക് നേരെ കരിങ്കൊടി കാണിച്ച് പ്രതിഷേധിച്ചു. സമാധാനപരമായി നടന്ന ഈ പ്രതിഷേധത്തെ നേരിടേണ്ടിയിരുന്നത് അവിടെ ഉണ്ടായിരുന്ന ലോക്കൽ പോലീസായിരുന്നു. എന്നാൽ സംഭവിച്ചത് മറിച്ചാണ്. മുഖ്യമന്ത്രിയുടെ എസ്കോർട്ട് വാഹനത്തിൽ നിന്ന് ലാത്തിയുമായി ചാടിയിറങ്ങിയ ഗൺമാന്മാർ ഈ യുവാക്കളെ വളഞ്ഞിട്ട് തല്ലുകയായിരുന്നു. തലക്കടിയേറ്റ AD തോമസിന്റെയും ജുവൽ തോമസിന്റെയും ദൃശ്യങ്ങൾ അന്ന് സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. പോലീസുകാരായ അനിൽകുമാറും സന്ദീപും ചേർന്ന് ഒരു കരുണയുമില്ലാതെയാണ് ആ യുവാക്കളെ നേരിട്ടത്. ഈ മർദ്ദനത്തെയാണ് അന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ രക്ഷാപ്രവർത്തനം എന്ന് വിളിച്ച് ആക്ഷേപിച്ചത്. എന്നാൽ ഇന്ന് കാലം മാറി. അന്ന് തെരുവിൽ മർദ്ദനമേറ്റ AD തോമസ് ഇന്ന് ആലപ്പുഴയുടെ ജനപ്രതിനിധിയായി നിയുക്ത MLA ആയി മാറിയിരിക്കുന്നു. തനിക്കും തന്റെ സഹപ്രവർത്തകർക്കും നേരെ നടന്ന ആ കിരാതമായ മർദ്ദനത്തിന് നീതി വേണമെന്ന് അദ്ദേഹം ഇപ്പോൾ ഔദ്യോഗികമായി ആവശ്യപ്പെട്ടിരിക്കുകയാണ്. പഴയ കേസിലെ അട്ടിമറികൾ പുറത്തു കൊണ്ടുവരാൻ പുതിയ സർക്കാർ പുനരന്വേഷണം പ്രഖ്യാപിക്കുമ്പോൾ പിണറായിയുടെ കാവൽ ഭടന്മാരായിരുന്ന പോലീസുകാർക്ക് വരും ദിവസങ്ങൾ ഇനി അത്ര സുഖകരമായിരിക്കില്ല. പിണറായി വിജയന്റെ ഈ കിരാത ഭരണത്തെ വിശകലനം ചെയ്യുമ്പോൾ മലയാളികൾക്ക് മുൻപിൽ തെളിയുന്ന മറ്റൊരു മുഖമുണ്ട്. അത് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടേതാണ്. സരിത വിവാദവും സോളാർ കേസുമായി ബന്ധപ്പെട്ട് അന്നത്തെ പ്രതിപക്ഷമായ LDF ഉമ്മൻചാണ്ടിക്കെതിരെ കാണിക്കാത്ത പ്രതിഷേധങ്ങളില്ല. മുഖ്യമന്ത്രി പോകുന്ന വഴികളിലെല്ലാം ആയിരക്കണക്കിന് DYFI CPM പ്രവർത്തകർ കരിങ്കൊടി കാണിക്കുകയും അദ്ദേഹത്തെ തടയാൻ ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ അന്നൊന്നും കേരളം ഇന്നത്തെ പോലെ ഒരു പോലീസ് രാജിനെ കണ്ടിട്ടില്ല. അതിൽ ഏറ്റവും നടുക്കുന്ന സംഭവമായിരുന്നു കണ്ണൂരിൽ വെച്ച് ഉമ്മൻചാണ്ടിക്ക് നേരെ നടന്ന കല്ലേറ്. മുഖ്യമന്ത്രിയെ നേരിട്ട് ആക്രമിക്കുക എന്ന ലക്ഷ്യത്തോടെ CPM പ്രവർത്തകർ എറിഞ്ഞ കല്ല് അദ്ദേഹത്തിന്റെ നെഞ്ചിലും നെറ്റിയിലുമാണ് കൊണ്ടത്. അന്ന് അദ്ദേഹം ചോരയൊലിപ്പിച്ച് നിൽക്കുന്ന ചിത്രം കേരളം ഇന്നും മറന്നിട്ടില്ല. ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയെ ശാരീരികമായി ആക്രമിച്ചിട്ട് പോലും ഉമ്മൻചാണ്ടി സ്വീകരിച്ച നിലപാട് വിസ്മയിപ്പിക്കുന്നതായിരുന്നു. തന്നെ ആക്രമിച്ചവർക്കെതിരെ വധശ്രമത്തിന് കേസെടുക്കാനോ അവരെ ലോക്കപ്പിലിട്ട് തല്ലിച്ചതയ്ക്കാനോ അദ്ദേഹം പോലീസിനോട് ആവശ്യപ്പെട്ടില്ല. പകരം അവർ കുട്ടികളാണ്, അവർക്ക് മാപ്പ് നൽകണം എന്ന നിലപാടാണ് അദ്ദേഹം സ്വീകരിച്ചത്. പോലീസിനെ രാഷ്ട്രീയമായി ഉപയോഗിച്ച് പ്രതിപക്ഷത്തെ ഇല്ലാതാക്കാൻ അദ്ദേഹം അന്ന് ശ്രമിച്ചതുമില്ല. പ്രതിഷേധക്കാരെ കുട്ടികൾ എന്ന് വിളിച്ച് ചേർത്ത് പിടിച്ച ഉമ്മൻചാണ്ടിയുടെ ആ വലിയ മനസ്സും സ്വന്തം വണ്ടിക്ക് നേരെ കരിങ്കൊടി കാണിച്ചവരെ ഗുണ്ടകളെ വിട്ട് തല്ലിച്ചതച്ച പിണറായിയുടെ ക്രൂരതയും തമ്മിലുള്ള താരതമ്യം തന്നെയാണ് കേരളത്തിലെ ഇപ്പോഴത്തെ മാറ്റത്തിന് കാരണം. ഇനി ഇപ്പോഴത്തെ വിഷയത്തിലേക്ക് വരാം. മുഖ്യമന്ത്രിയുടെയോ മറ്റ് VIP-കളുടെയോ സുരക്ഷയ്ക്ക് നിയോഗിക്കപ്പെടുന്ന ഗൺമാന്മാർക്ക് പൊതുജനങ്ങളെ കൈകാര്യം ചെയ്യാനോ ലാത്തി വീശാനോ യാതൊരു അധികാരവുമില്ല. നിയമം അനുശാസിക്കുന്നത് അനുസരിച്ച് മുഖ്യമന്ത്രിയുടെ ജീവന് ഭീഷണി ഉണ്ടാകുന്ന സാഹചര്യത്തിൽ മാത്രം തോക്ക് ഉപയോഗിക്കാനോ പ്രതിരോധിക്കാനോ ആണ് അവർക്ക് അവകാശമുള്ളത്.
എന്നാൽ ആലപ്പുഴയിൽ നാം കണ്ടത് എസ്കോർട്ട് വാഹനത്തിൽ പത്തലുമായി ഇരുന്ന ഗൺമാന്മാരെയാണ്. സാധാരണഗതിയിൽ ഗൺമാന്മാരുടെ പക്കൽ പിസ്റ്റളോ റിവോൾവറോ ആണ് ഉണ്ടാവേണ്ടത്. എവിടെ നിന്നാണ് ഇവർക്ക് പത്തലുകൾ ലഭിച്ചത്? ഇത് കാണിക്കുന്നത് പ്രതിഷേധക്കാരെ മർദ്ദിക്കാൻ മുൻകൂട്ടി തയ്യാറെടുത്താണ് ഇവർ വന്നത് എന്നാണ്. ലോക്കൽ പോലീസിന്റെ അധികാര പരിധിയിലേക്ക് കടന്നുകയറി ഗൺമാന്മാർ നടത്തിയ ഈ ഗുണ്ടായിസം ശുദ്ധമായ നിയമലംഘനമാണ്. പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥർ പോലും ഇത് കുറ്റകരമല്ലെന്ന് എഴുതിത്തള്ളിയത് പിണറായിയോടുള്ള ഭയത്തിനാലാണ്. എന്നാൽ പുതിയ സർക്കാർ ഈ അട്ടിമറികളെല്ലാം പരിശോധിക്കും. തെറ്റായ റിപ്പോർട്ട് നൽകിയ ഡിവൈഎസ്പി ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ ശിക്ഷിക്കപ്പെടും. ഒരു പൗരന്റെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ട പോലീസ് ഗുണ്ടകളെ പോലെ പെരുമാറിയാൽ അതിന് നൽകേണ്ടി വരുന്ന വില വലുതായിരിക്കും. പിണറായി വിജയൻ എന്ന രാഷ്ട്രീയ നേതാവ് എപ്പോഴും ഉയർത്തിക്കാട്ടുന്നത് അടിയന്തരാവസ്ഥ കാലത്തെ പോലീസ് മർദ്ദനങ്ങളെ കുറിച്ചാണ്. അന്ന് താൻ ലോക്കപ്പിൽ അനുഭവിച്ച പീഡനങ്ങളെ കുറിച്ച് നിയമസഭയിൽ അദ്ദേഹം നടത്തിയ പ്രസംഗം ഇന്നും CPM പ്രവർത്തകർ ആവേശത്തോടെയാണ് കേൾക്കാറുള്ളത്. എന്നാൽ ചരിത്രം പരിഹസിക്കുന്നത് നോക്കൂ. പോലീസ് മർദ്ദനത്തിന് ഇരയായ അതേ നേതാവ് അധികാരത്തിൽ ഇരുന്നപ്പോൾ തന്റെ പേരക്കുട്ടികളുടെ പ്രായമുള്ള യുവാക്കളെ പോലീസ് മർദ്ദിക്കുമ്പോൾ അതിനെ ന്യായീകരിക്കുകയായിരുന്നു. കരിങ്കൊടി കാണിക്കുന്നത് ഒരു പ്രതിഷേധ രീതിയാണെന്നും അത് ജനാധിപത്യപരമാണെന്നും ഹൈക്കോടതി പോലും വ്യക്തമാക്കിയതാണ്. എന്നിട്ടും കരിങ്കൊടി കാട്ടുന്നവരെ വധശ്രമത്തിന് കേസെടുത്ത് ജയിലിലിടാൻ പിണറായിയുടെ പോലീസ് ശ്രമിച്ചു. സ്വന്തം പാർട്ടിയിലെ രാഷ്ട്രീയ സെക്രട്ടറിമാരുടെയും പൊളിറ്റിക്കൽ സെക്രട്ടറിമാരുടെയും നിർദ്ദേശപ്രകാരമാണ് പോലീസ് നിയമം വളച്ചൊടിച്ചത് എന്ന് ഇപ്പോൾ പുറത്തു വരുന്ന വെളിപ്പെടുത്തലുകൾ ശരിവെക്കുന്നു. ഈ അധികാര ദുർവിനിയോഗത്തിന്റെ ഓരോ അധ്യായവും ഇപ്പോൾ ജനങ്ങൾക്കിടയിൽ ചർച്ചയാവുകയാണ്. ഭരണം മാറുമ്പോൾ പോലീസ് നയം മാറുന്നത് നാം എപ്പോഴും കാണാറുള്ളതാണ്. എന്നാൽ പിണറായി ഭരണകാലത്ത് നടന്നത് പോലീസിനെ പൂർണ്ണമായും പാർട്ടിവൽക്കരിക്കുകയായിരുന്നു. രാജാവിനേക്കാൾ വലിയ രാജഭക്തി കാണിച്ച ഉദ്യോഗസ്ഥൻ സാധാരണക്കാരെ ശത്രുക്കളായി കണ്ടു. പാലക്കാട്ടെയും തൃശ്ശൂരിലെയും പോലീസ് അക്രമങ്ങൾ ഇതിന് ഉദാഹരണമാണ്. ഇപ്പോൾ പുതിയ സർക്കാർ വന്നതോടെ പിണറായിയുടെ വാനരപ്പട എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ഇത്തരം ഉദ്യോഗസ്ഥർക്കെതിരെ നടപടികൾ തുടങ്ങിക്കഴിഞ്ഞു. AD തോമസിന്റെ കേസിലെ പുനരന്വേഷണം ഇത്തരത്തിലുള്ള 100 കണക്കിന് കേസുകൾക്കുള്ള മുന്നറിയിപ്പാണ്. ജനങ്ങളെ തല്ലിച്ചതച്ച പോലീസുകാർക്ക് ഇനിയും യൂണിഫോം ധരിച്ച് സർവീസിൽ തുടരാൻ അർഹതയില്ല. പിണറായി വിജയന്റെ 10 വർഷത്തെ ഭരണം കേരളത്തിന് നൽകിയ മുറിവുകൾ ചെറുതൊന്നുമല്ല. ഏകാധിപത്യത്തിന്റെ തണലിൽ ജനാധിപത്യത്തെ കുരുതി കൊടുത്ത ആ കാലം അവസാനിച്ചിരിക്കുന്നു. AD തോമസിനെ പോലെയുള്ള യുവാക്കളുടെ പോരാട്ടം ഇന്ന് വിജയിച്ചിരിക്കുകയാണ്. സമാധാനപരമായി പ്രതിഷേധിച്ചവരെ ലാത്തിയുമായി നേരിട്ട ഗൺമാന്മാരും അവരെ ന്യായീകരിച്ച മുഖ്യമന്ത്രിയും വരും ദിവസങ്ങളിൽ മറുപടി പറയേണ്ടി വരും. ഇവിടെയാണ് ഉമ്മൻചാണ്ടി എന്ന ജനനായകന്റെ മഹത്വം നാം തിരിച്ചറിയുന്നത്. തന്നെ കല്ലെറിഞ്ഞവർക്ക് പോലും മാപ്പ് നൽകിയ ആ വലിയ മനസ്സിന് മുൻപിൽ അധികാരത്തിന്റെ ഹുങ്കിൽ യുവാക്കളുടെ തല അടിച്ചു പൊളിച്ചവർക്ക് കാലം കരുതി വെച്ച കാവ്യനീതിയാണിത്. ഒരു കാലത്ത് അധികാരത്തിന്റെ തണലിൽ കാണിച്ചു കൂട്ടിയ കിരാത പ്രവർത്തികളുടെ ഫലമാണ് വരും ദിവസങ്ങളിൽ പിണറായിയും അദ്ദേഹത്തിന്റെ സേവകരും അനുഭവിക്കാൻ പോകുന്നത്. വിതച്ചതേ കൊയ്യൂ എന്ന ആപ്തവാക്യം ഇവിടെ അന്വർത്ഥമാവുകയാണ്. ഉമ്മൻചാണ്ടി കാണിച്ച രാഷ്ട്രീയ മര്യാദയുടെ ഒരംശം പോലും കാണിക്കാത്തവർക്ക് നിയമത്തിന്റെ വഴിയിലൂടെയുള്ള തിരിച്ചടിയാണ് വരാനിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ കൂടുതൽ സത്യങ്ങൾ പുറത്തുവരും. കൂടുതൽ കുറ്റവാളികൾ വിചാരണ ചെയ്യപ്പെടും. കേരളത്തിലെ സാധാരണ ജനങ്ങൾ അനുഭവിച്ച കഷ്ടപ്പാടുകൾക്കും യുവാക്കൾ ഒഴുക്കിയ ചോരയ്ക്കും നീതി ലഭിക്കുമെന്നത് നമുക്ക് ഉറപ്പിക്കാം. സത്യം ജയിക്കും. ജനാധിപത്യം തിരിച്ചുപിടിക്കും.